ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വയനാട് ദുരന്തം അതിൻ്റെ ഓരോ സീനുകൾ ടി വിയിലായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കാണുമ്പോൾ സാധാരണക്കാരനായ ആൾക്കാരുടെ ഹൃദയം പൊട്ടിയാണ് സത്യം പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഉരുളുപൊട്ടലിലൂടെ നമ്മുടെ കണ്ണിലൂടെ കണ്ട ചില കാഴ്ചകൾ, ചില അനുഭവങ്ങൾ നമുക്ക് ഇതിനു മുന്നേ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും അല്ലാതെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒത്തിരി സംഭവങ്ങൾ വയനാട് ദുരന്തം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടറിഞ്ഞു. അങ്ങനെയുണ്ട്, തൊട്ടറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കണ്ടറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ച ഒരു വാർത്തയിൽ മാതൃഭൂമി വന്നാണ്. അതിലെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അവർ ശരീരാവയവങ്ങൾ പലയിടത്തും കിടക്കുന്നത് അവരെടുത്തിട്ട് അവരത് കഴുകി വൃത്തിയാക്കിയാണ് പാക്ക് ചെയ്ത് അടക്കം ചെയ്യുന്നത്. അപ്പോൾ ഒരവയവം കിട്ടിയപ്പോൾ അത് മൃഗത്തിൻ്റെ ആണോ എന്ന് ഓർത്തെന്ന് പറഞ്ഞു. പിന്നെ റെഡ് ക്രോസുകാരെ വിളിച്ച് നോക്കി കഴുകി വൃത്തിയാക്കിയപ്പോൾ അതൊരു യൂട്രസാന്ന് പറഞ്ഞു. ആ യൂട്രസിൻ്റെ അകത്ത് കൊച്ചുണ്ടെന്ന്. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന ഒരു മലയാളി, ഒരു സാധാ മലയാളിയുടെ ഹൃദയസ്പന്ദനം ഒരു നിമിഷം നിന്നു പോകുമെന്ന് പറഞ്ഞാൽ അത് അതിശയമില്ല. അതുപോലെയാണ് ഇത്. ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അതുപോലത്തെ ദുരന്തങ്ങൾ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇങ്ങനത്തെ നമുക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയത്തില്ലേ എന്താണെന്ന്, ഒന്നും പറയാൻ മേലാത്ത ഒരവസ്ഥ. ആ അവസ്ഥ, ഇങ്ങനത്തെ നിൽക്കുന്ന ഈ വയനാട് ദുരന്തത്തിൻ്റെ ഈ അവസ്ഥ, ഇത് മുതലെടുപ്പ് നടത്തുന്ന മനുഷ്യനും ഇതിൻ്റെ ഇടയിലുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടു ജോർജ് അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ആ അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ പോയ ജോർജിൻ്റെ അത് നമ്മൾ അറിയുമ്പോൾ പിറ്റേ ദിവസം എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തു, അയാളെ പഞ്ഞിക്കിട്ടു, ഹോസ്പിറ്റലിലാക്കി, ഇതാണെന്ന്. പക്ഷേ അത് ഫേക്ക് ന്യൂസ്. അതൊരു വിരുദ്ധൻ പടച്ചുണ്ടാക്കിയതായിരുന്നു. ജോർജ് കുട്ടിയെ പിടിക്കുകയെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ജോർജ് കുട്ടിയുടെ ഫോട്ടോ ആയിട്ട് സകല ആൾക്കാരുടെ കൈ വന്നത് ഒരു കാർ ആക്സിഡൻറ്റ് പറ്റിക്കിടന്ന ഒരു പാവം മനുഷ്യന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ ഓപ്പറേഷന് കാശില്ല വന്നപ്പോൾ പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്ത് പുള്ളിയുടെ ജോലി സംബന്ധമായ ഗ്രൂപ്പിലിട്ട്, ആ ഗ്രൂപ്പിൽ ആ പുള്ളിയോട് വൈരാഗ്യമുള്ള ആരോ എടുത്ത് സോഷ്യൽ മീഡിയ ആ ഫോട്ടോ ഈ ജോർജ് അമ്മിഞ്ഞപ്പാൽ ചോദിച്ച ഈ ജോർജിൻ്റെ ഫോട്ടോ ആയിട്ട് കൈ കെട്ടി വെച്ചിരിക്കുന്നതുമായിട്ട് പ്രചരിപ്പിച്ചങ്ങിട്ടു. എല്ലാ യൂട്യൂബേഴ്സും അത് വിശ്വസിച്ച് അവരെല്ലാം വീഡിയോ ചെയ്തു. അപ്പോൾ ഒരാളെ കൊല്ലുകയാണ് അവിടെ ചെയ്തത്. അതിൻ്റെ പുറകിലും ഒരു ദുഷ്ടമനസ്സാണ് പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ റിനോയ് ലവ്, ആ ഉണ്ണിമാഷ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. അത് പിന്നെ അവൻ വൈറലാവാൻ വേണ്ടി ചെയ്ത. എന്നാലും അവൻ്റെ ഉള്ളിലെ ആ ദുഷ്ടത്തരം നമ്മൾ തിരിച്ചറിയണം. പിന്നെ വേറെ എന്താണ്, പിന്നെ കുറേ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കല്യാണം ആലോചിച്ച് പോക്ക് അങ്ങനെ. പിന്നെ വേറെ കുറേ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അനാഥ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ദത്തെടുക്കില്ല. ഇതിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടുന്ന റീച്ച് കിട്ടാനും അതിനും. പിന്നെ കുറേ ഫേക്ക് ന്യൂസുകൾ അടിച്ചുണ്ടാക്കുന്ന കുറേയധികം യൂട്യൂബേഴ്സ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സമയം കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇല്ലാത്ത ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് റീച്ച് കിട്ടുക, മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക. ഇന്നലെ വയനാട് ദുരന്തത്തിലെ ഹരീഷ് തലയിൽ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് 500-ൻ്റെ നോട്ടുകളൊക്കെ പുരണ്ടിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പൈസയ്ക്ക് യാതൊരു വിലയില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു അനുഭവം കൂടി. അത് വെറുതെ പൈസ ഇങ്ങനെ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് കാശെടുത്തിട്ട് മണ്ണിൻ്റെ അകത്ത് പുരുണ്ട് കിടക്കുക, അതെടുത്ത് അവിടെ വെക്കുന്ന ഒരു സീൻ പുള്ളിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കിടെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തമ്മിൽ തെല്ലിക്കണമെന്നുള്ള വിചാരത്തിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഒരു അമ്മയും കുഞ്ഞും അത് ഉരുള് പൊട്ടുന്ന ഒച്ച കേട്ടു. അപ്പോൾ തൊട്ടടുത്ത് നോക്കുമ്പോഴത്തേനും മുസ്ലിം പള്ളിയാണ് ഉള്ളത്. അവിടെയാണെങ്കിൽ സ്ത്രീകൾക്ക് കയറാനും പറ്റിയല്ല, വേറെ എങ്ങോട്ടും പോകാനുമില്ല. എന്നാൽ പിന്നെ ആ മുസ്ലിം പള്ളിയിലോട്ട് പോകണോ വേണ്ടയോ, അവിടെ പുരുഷന്മാർക്കല്ലേ കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നപ്പോഴത്തേനും ഒരു കൂട്ടർ, ചേച്ചി ഈ കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കില്ലേ, ചേച്ചി അങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞ് അവിടോട്ട് പോന്നു. അവിടുത്തെ ഫാനിൻ്റെ ഇതിൽ തൊട്ടി കെട്ടി അവിടെ കുഞ്ഞിനെ ഇതാക്കി. അപ്പോൾ അന്നേരമാണ് പുള്ളിക്കാരത്തി മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. അയ്യോ, നേരത്തെ ഈ പള്ളി ഇവിടെ പണിയുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തിയുടെ അനിയനും ഭർത്താവും എല്ലാം കൂടെ ഈ പള്ളി പണിയായിരിക്കാൻ വേണ്ടി സ്റ്റേ വാങ്ങാൻ വേണ്ടി പിന്നെ ഒരു ഒപ്പിട്ട് കൊടുക്കാൻ മെമ്മോറാണ്ടം അല്ല, മാസ് പെറ്റീഷൻ പോലെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി, കോടതി കൊടുക്കാൻ വേണ്ടി ഒന്ന് പുള്ളിക്കാരത്തി അന്ന് ഒപ്പിട്ടില്ല. അതിൻ്റെ കൂടെ ഇന്നുണ്ടായി. പിന്നെ അന്ന് തൊട്ട് ആ പള്ളി വന്ന ആ പള്ളിയുടെ എല്ലാം ഞങ്ങൾക്ക് കിട്ടാറുണ്ടെന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. ആ ഒരു പോസ്റ്റ് ഉണ്ടാക്കി ഏതോ ഒരു ബിരുദൻ ഒരു തമ്പനയിലും വെച്ച്, എന്താ തമ്പനയിലെന്ന് ചോദിച്ചാൽ പള്ളിയിൽ വന്ന് കണ്ട അമ്മയും കുഞ്ഞും രക്ഷയ്ക്ക് കയറിയ പള്ളിയിൽ കണ്ട അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് തമ്പനയിലും ഒക്കെ വെച്ച് പിന്നെ വളരെ കാര്യമായിട്ട് വെച്ച് റീച്ച് ഉണ്ടാക്കി. അത് വിശ്വസിച്ച് ചിലരൊക്കെ അതിൻ്റെ പുറത്ത് റിയാക്ഷൻ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഫേസ്ബുക്കിൽ ഇപ്പം ഞാൻ ഇസ്മി കേസിൻ്റെ ചാനലിൽ നിന്ന് കണ്ട പുള്ളി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയ മൊത്തം നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇല്ല, എവിടെ ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെറുതെ തട്ടിപ്പുമായിട്ട് അതായത് വയനാട് ദുരന്തം ഒരു ഉപകരണമാക്കി അതിൻ്റെ പുറത്തൊരു തട്ടിപ്പ് നടത്തി മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും അടിക്കട്ടെ, അതിൻ്റെ പുറത്തൂടെ ഇയാൾക്കൊരു റീച്ച് കിട്ടുമെങ്കിൽ അതും ആവട്ടെ എന്ന് ഇത് ചെയ്യുക. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്,
ഇതിലൂടെയാണേലും സ്വന്തം കാര്യം ചിന്താവ് ദുഷ്ട മനസ്സ് തന്നെ. അപ്പോൾ ആ വന്ന പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ്. പക്ഷേ പുലർച്ചേക്കുള്ള ബാങ്കിൻ്റെ സമയമായിട്ടില്ലല്ലോ. മാത്രമല്ല കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത്. ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു, ഉരുൾപൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന്. കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി. അപ്പോഴേക്ക് മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി. കൂരിരുട്ടാണ്. ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ? വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ്, ആരും പുറത്തു നിൽക്കരുത്, പള്ളിയിലേക്ക് പോന്നോളൂ എന്ന്. ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ? പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട, പള്ളിക്ക് പോരി. അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത്. ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെയുണ്ടായിരുന്നു. നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പള്ളിയിലെ ഫാനിൻ്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടിയുറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു. കൂടെ മൊയ്തീനുമുണ്ട്. ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു, ഏട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം. എന്താണെന്ന് ചോദിച്ചു. ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇതിലൊപ്പിടണ്ട, മാമനും മൊയ്തീൻ കാക്കും പ്രാന്താണ്. അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു, ഇങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവൂല. ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി. അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു. അതിങ്ങനെ, സാർ, ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു. നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു. ആ കടലാസ് അവിടെ കീറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, കുടിക്കാൻ എന്തെങ്കിലും വേണോ? നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവർ പോയി. ആ വാക്ക് ശരിയായിരുന്നു. ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ്. ഹരിയെ എല്ലാവർക്കും അറിയാം. അവനിപ്പോൾ ആ പഴയ ഹരിയല്ല. എന്നാൽ ഈ മൊയ്തീൻ എന്തിനാ? ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത്. സത്യം അന്വേഷിച്ച് മനസ്സിലാക്കണം. കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച്. ഈ അടുത്ത കാലത്ത് വയനാട് കുന്നമ്പറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ. പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തി. ഇസ്മി കൈസാണ് ഇത് സത്യത്തിൽ ഇത് പുറത്തു കൊണ്ടുവന്നത്. കാരണം ഇത് റീച്ച് കിട്ടാൻ വേണ്ടി ഒരാൾ പടച്ചു വിട്ടിയ ഒരു ന്യൂസാണ്. അതിങ്ങനെ ഒരു ന്യൂസ്, ഇങ്ങനെ ഒരു സംഭവം അവിടെ വയനാട്ട് ദുരന്തത്തിൽ നടന്നിട്ടില്ല. ഈ ഒരു ന്യൂസ് കഴിഞ്ഞിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കമൻറ്റ് ബോക്സിൽ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അതായത് കമൻറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക. ഇതാണ് നടക്കുന്നത്. അയാൾ ഇതിട്ട ആൾക്ക് മറ്റൊരു ഉദ്ദേശം ഒന്നുമില്ല. അയാളുടെ യൂട്യൂബ് ചാനൽ മറ്റേ റിനോയിൽ ലവ് ചെയ്ത പോലെ തന്നെ അവൻ അതൊന്ന് വൈറലാവണമായിരുന്നു. അവൻ മറ്റുള്ളവരെല്ലാം സഹതപിച്ചോ അയ്യോ പൊത്തോന്ന് വെക്കുന്ന സമയത്ത് അവൻ ഹഹാ എന്ന് ചിരിക്കുന്നു. അപ്പോൾ അതൊന്ന് വൈറലാകും. ഇത് തന്നെ സംഭവം. അതിൻ്റെ എല്ലാം പുറകിലുള്ള മനസ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. വളരെ ക്രൂരമായ ഒരു മനസ്ഥിതി. സ്വന്തം കാര്യം ചിന്താപ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. എന്തിൻ്റെ പേരിലാണ്? സത്യം പറഞ്ഞാൽ വയനാട് ദുരന്തം ഞാൻ ആദ്യമേ പറഞ്ഞാൽ തന്നെ ഇത് വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്കെന്തോ അതുപോലെ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല ഈ പ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ. കാരണം നമ്മൾ ഇന്ന് വരെ, അത് ഇനി പണ്ട് കാലത്ത് ആയതുകൊണ്ട് അത്ര നമ്മൾ ന്യൂസിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടാണോ എന്നറിയില്ല. എന്താണേലും ഈ പ്രാവശ്യത്തെ ഇത് ന്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇന്ന് വരെ മനസ്സിൽ തോന്നുന്ന പോലെ ഒരു കാര്യമേ ഇല്ല. ഒരു മനുഷ്യൻ്റെ ലൈഫിന് എന്ത് വിലയാണ്, ഒരു സോപ്പ് കുമ്പള പോലെ എന്ത് വിലയാണ്, ഒന്നുമില്ല. പണത്തിൻ്റെ പുറകെയുള്ള ഓട്ടം, സ്ഥാനമാനങ്ങൾക്ക്, ഇതൊക്കെ എന്തിനാണ്? സുനാമി വന്നപ്പോൾ പട്ടിയും പൂച്ചയും മനുഷ്യനെ ഒരേ കുഴി കുഴിച്ചിട്ടുള്ള സംഭവമാണ്. അതിനേക്കാട്ടും ഇതാണ്. വയനാട് അടക്കം ചെയ്യുന്ന ഓരോ മനുഷ്യരെ അടക്കം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കണ്ടേച്ച് പിന്നെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം മനുഷ്യന് അന്ന് വരെ ഉണ്ടായിരുന്ന സ്വഭാവം, എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ മാറ്റി വളരെ നല്ലൊരു വ്യക്തിയായി മാറുകയേ ചെയ്യുള്ളൂ. ഒരു ക്ലീൻ ആകുന്ന പോലത്തെ സംഭവങ്ങളാണ് വയനാട് നടന്നത്. നമ്മൾ വാച്ച് ചെയ്താൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ദുഷ്ടത്തരം ഉണ്ട്, അതുകൂടെ പോകും. കാരണം നമ്മൾ ആരാണ്, എന്താണ്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എല്ലാം നമുക്കൊരു തിരിച്ചറിവും കൂടെ തന്ന പോലത്തെ ഒരു അനുഭവമാണ് വയനാട് ദുരന്തം. ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവാണ് ഉണ്ടായതിൽ. പക്ഷേ എന്നിട്ടും അതും യൂസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെ എൻ്റെ പൊന്നെ സമ്മതിക്കണം. ഇവരെ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണോ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് തോന്നും. അത്ര ഇങ്ങനെ ക്രൂരത പെരുമാറാൻ പറ്റുന്നു.
അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.